പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു പിതാവ് പരാതിയുമായി കടന്നു വരുന്നുണ്ട്. ആ പിതാവിന് പറയാനുള്ള പരാതി, തൻ്റെ മകൻ തന്നെ ദ്രോഹിക്കുന്നുണ്ട്, ഒരു പിതാവ് എന്ന നിലയിൽ കിട്ടേണ്ട പരിഗണനകൾ ലഭ്യമാകാതെ പോകുന്നു, അങ്ങേയറ്റം അവഗണനയും അക്രമോത്സുകതയുമാണ് മകൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മകനെക്കുറിച്ചൊരു പരാതിപ്പെടുകയും ഉമർ റളിയല്ലാഹു തആല അൻഹു മകനെ വിളിപ്പിക്കുകയും ചെയ്തു. പിതാവിൻ്റെ മഹത്വവും പിതാവിനോടുള്ള മകൻ്റെ കടമകളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മകൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളോട് ഈ പിതാക്കന്മാർക്ക് കടമയൊന്നുമില്ലേ എന്ന്. മക്കളോട് പിതാക്കന്മാർക്ക് കടമയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മക്കളോടും കടമയുണ്ട്. എന്താണ് ആ കടമകൾ എന്ന് അന്വേഷിക്കുമ്പോൾ അയന്തക്കി ഉമ്മഹു വയുഹസ്സിന ഇസ്മഹു വയുഅല്ലിമഹുൽ കിതാബ്. ഉമർ റളിയല്ലാഹു അൻഹു പൊതുവായ നിലയിൽ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളെ അക്കമിട്ട് നിരത്തി ആ കുട്ടിയോട് പറയുന്നുണ്ട്, ആ മകനോട് പറയുന്നുണ്ട്. കുട്ടിയല്ല, നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഉമ്മയെ സംസ്കരിക്കുക എന്നുള്ളതും മകന് നല്ല പേര് വെക്കുക എന്നുള്ളതും ജീവിത ചിട്ടകൾ മകനെ പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നതും രക്ഷകർത്താവിൻ്റെ ബാധ്യതയാണ് എന്ന്, ഒരു പിതാവിൻ്റെ ബാധ്യതയാണ് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ആ അവസരത്തിൽ മകന് പറയാനുള്ള മറുപടി, ഈ ബാധ്യതകളൊന്നും എന്നോട് ഈ പിതാവ് നിറവേറ്റിയിട്ടില്ല എന്നാണ്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു, താങ്കൾ ആരെക്കുറിച്ച് പരാതി പറഞ്ഞു വന്നു, അവനാണ് ശരിക്കും പരാതി പറയേണ്ടവൻ, താങ്കളാണ് കുറ്റവാളി എന്ന് പറയുന്ന മറ്റൊരു ഭാഗമാണ്. ഇവിടെ ഞാനീ പറയുന്നത് ഒരു മകൻ്റെ പ്രശ്നമല്ല, ഞാനീ പറയുന്നത് ഒരു തലമുറയുടെ പ്രശ്നമാണ്. ഒരു കുട്ടിയെന്നല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ ഇടയിൽ നിന്ന് ജീവിക്കുന്ന, നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് വിളിച്ച് നമ്മൾ അവഗണിക്കുന്ന അല്ലെങ്കിൽ വില കുറച്ച് കാണുന്ന ഒരു സമൂഹമുണ്ടല്ലോ. ഇന്ന് കുട്ടിക്കുറ്റവാളികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയിൽ പഴയ കാലത്തില്ലാത്ത ഒരുപാട് ജീർണതകൾ അടിഞ്ഞുകൂടുന്നു. പുതിയ തലമുറയിൽ നിന്ന് നന്മകൾ വളരെ വിരളമാവുകയും തിന്മകൾ അധികമായി പ്രകടമാവുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു തലമുറ നശിച്ചു പോയതിൻ്റെ കാരണം പരിശോധിച്ചാൽ അത് കഴിഞ്ഞ തലമുറയുടെ മേൽ വന്ന് അവസാനിക്കും. ഈ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നല്ലൊരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ്, ഒരു നല്ല കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ കഴിയുക. ഒരു നല്ല അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല മകൻ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അച്ഛനും അമ്മയും മോശമായി പോയത് കൊണ്ടാണ് ഒരു തലമുറ മോശമായി പോകുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നവും. എന്തുകൊണ്ട് ഈ തലമുറ മോശമായി പോയിക്കൊണ്ടിരിക്കുന്നു? മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ച് കുടുംബമായി ജീവിക്കുക എന്നുള്ളത് അവൻ്റെ ആവശ്യകതയാണ്. ഈ കുടുംബം നന്നായാൽ മാത്രമേ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്നുള്ളത്, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്നുള്ളത് കുടുംബമാണ്. ആ കുടുംബത്തിനെ നമ്മൾ ഏത് വിധത്തിലാണ് രൂപപ്പെടുത്തുന്നത്, അതാണ് സമൂഹത്തിൻ്റെ അണിവേരെന്നുള്ളത്. ഒരു സമൂഹം നന്നാകണമെങ്കിൽ കുടുംബങ്ങൾ നന്നാകേണ്ടതുണ്ട്. കുടുംബം നന്നാകണമെങ്കിൽ അവിടെ ദാമ്പത്യം നന്നാകേണ്ടതുണ്ട്. നല്ല ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ നല്ല മക്കളെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സമൂഹത്തിൻ്റെ അനിവാര്യതയാണ് ഒരു കുടുംബ വ്യവസ്ഥിതി എന്നുള്ളത്. ഇത് താറുമാറായി പോയതിൻ്റെ കാരണം, എന്തുകൊണ്ട് ഇന്ന് മോശമായ ഒരു സമൂഹം രൂപപ്പെടുന്നു? എന്തുകൊണ്ട് ഈ ന്യൂ ജനറേഷൻ എന്ന സമൂഹത്തിൽ നിന്ന് നന്മയുടെ നാമ്പ് പോലും കാണാൻ കഴിയുന്നില്ല? സ്നേഹശൂന്യമായ ഹൃദയങ്ങളുമായി അക്രമവാസനയിൽ ആറാടുന്നവരായി ഇന്നത്തെ തലമുറയെ മാറ്റിയെടുത്തത് എന്താണ്? നമ്മുടെ കുടുംബ വ്യവസ്ഥകളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒരു പരിധിവരെ കുടുംബ വ്യവസ്ഥകളെ അട്ടിമറിക്കുകയും മറ്റൊരു ഭാഗത്ത് കുടുംബത്തിൻ്റെ താളങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, കുടുംബ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത സാമൂഹിക ചുറ്റുപാട്. കുടുംബം എന്ന നിലയിൽ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊരു തോന്നൽ സമൂഹത്തിൽ കടന്നുകൂടിയിട്ട് കാലങ്ങളേറെയായി. പാശ്ചാത്യ നാടുകളിൽ, പടിഞ്ഞാറിൻ്റെ നാടുകളിലൊക്കെ തന്നെ ഇത് വലിയ സംസ്കാരമായി കടന്നുകൂടിയിട്ട് കാലങ്ങളേറെയായി. അതിൻ്റെ വിപത്തുകൾ അവർ അനുഭവിച്ചു. 1993 UN വിളിച്ചുകൂട്ടിയ ഉച്ചകോടിയിൽ വലിയ ഗൗരവമേറിയ ചർച്ചയായത് കുടുംബ വ്യവസ്ഥയെക്കുറിച്ചാണ്.
ഈ കുടുംബങ്ങളില്ലാതെ പോയി, അച്ഛൻ അമ്മ മക്കൾ എന്ന വ്യവസ്ഥ ഇല്ലാതെ പോയത് കൊണ്ട് കുത്തഴിഞ്ഞ മനുഷ്യന്റെ ജീവിതം, അക്രമകാരികളായ ഒരു സമൂഹത്തെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ലോകത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് അത് മാറണം എന്ന നിലയിൽ 94 വർഷം എന്നുള്ള ആ ഒരു വർഷം മുഴുവനും ഫാമിലി ഇയർ ആയിട്ട്, കുടുംബ വർഷമായി കണക്കാക്കുകയും അന്തർദേശീയ തലത്തിൽ ഓരോ രാജ്യങ്ങളും ജനങ്ങളോട് കുടുംബത്തിന്റെ മാഹാത്മ്യങ്ങൾ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് മുതലാണ് മെയ് 14 എന്നുള്ളത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ്, കുടുംബത്തിന്റെ ദിവസങ്ങളായി ആചരിക്കുന്നുണ്ട്. വർഷാവർഷം മെയ് 14 എന്നുള്ളത് കുടുംബ ദിനമാണ്. മനുഷ്യന് കുടുംബത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, കുടുംബമായി ജീവിക്കുന്നതിന്റെ മാഹാത്മ്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ദിനം തന്നെ സംവിധാനിച്ചതിന്റെ കാരണം എന്താണ്? കുടുംബ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത സമൂഹം വളരെ മോശപ്പെട്ട ഒരു ജീവിത വ്യവസ്ഥയെ കെട്ടിപ്പുണരുന്നത് അത് പാശ്ചാത്യ ലോകത്തിന് വലിയ ഭീഷണിയായി മാറിയപ്പോഴാണ്. പക്ഷെ ഇന്ന് അവർ പോലും വെറുക്കുന്ന ആ ജീവിത രീതി, ജനങ്ങൾ സമൂഹമായി, കുടുംബമായി, മക്കൾ, കുടുംബം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ ഒരു ജീവിതം നയിച്ചെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ ലോകത്തെ ഭരണകൂടങ്ങൾ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് പദ്ധതികൾ, ഒരുപാട് ആനുകൂല്യങ്ങൾ അനൗൺസ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള രീതിയിൽ ജനങ്ങളെ മോട്ടിവേഷൻ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉൾട്ടയായിട്ട് അവർ ഉപേക്ഷിച്ച ജീവിത രീതിയെ വാരിപ്പുണരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കുടുംബ വ്യവസ്ഥയെങ്കിലും വേണ്ട. പാറ നടക്കും പറവുകളൊന്നും വേളി കഴിച്ചിട്ടില്ലല്ലോ. എന്തിനാണ് പറവകൾ എവിടെ വേളി കഴിച്ചത്? അവരൊന്നും വേളി കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വിവാഹം കഴിച്ച് ഈ കെട്ടുപാടുകളും ബന്ധങ്ങളുമായി ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത ഈ സമൂഹത്തിൽ പേരോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അത് അപകടമാണ്. ഒന്നാമത്തെ ഈ സമൂഹം നശിച്ചു പോയതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ വ്യവസ്ഥയെ അംഗീകരിക്കാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യന്റെ സാമൂഹികമായ നിലനിൽപ്പും മനുഷ്യന്റെ ഉന്നതിയും മനുഷ്യന്റെ വികാസവും എല്ലാം വിവാഹത്തെയും ദാമ്പത്യ ജീവിതത്തെയും കുടുംബ വ്യവസ്ഥയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ വംശനാശം സംഭവിച്ച് മനുഷ്യൻ അവസാനിക്കും. ഇവിടെ മനുഷ്യനുണ്ടാവില്ല ഇനി അങ്ങോട്ട്. അതുകൊണ്ട് കുടുംബ വ്യവസ്ഥ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് കുടുംബത്തിന് താളപ്പിഴകളാണ്. ഇനി കുടുംബമായി തന്നെ ജീവിക്കുന്നവരാണ് ഇന്നും ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വിവാഹം കഴിച്ച് കുടുംബത്തോടെ മക്കളും കുട്ടിയും പ്രാരാബ്ധവുമായി ജീവിക്കുന്നവരാ. പക്ഷെ അവിടെ തന്നെ വലിയ പ്രശ്നങ്ങളാണ്. കൃത്യമായി അച്ചടക്കമുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് അന്യം നിൽക്കുന്നുണ്ട്. എങ്ങനെയോ വിവാഹം കഴിച്ച് എങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ. ആർക്കും കൃത്യമായ നിലയിൽ ഒരു ഐഡിയയോടുകൂടി കൃത്യമായ ഒരു ദാമ്പത്യ ജീവിതം സമാധാനത്തോടെ കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്നു. അത് നമ്മുടെ പരാജയമാണ്. അതും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇന്ത്യ രാജ്യത്ത് 70% സ്ത്രീകളും ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഭർത്താവിൻ്റെയോ ഭർത്തൃബന്ധുക്കളുടെയോ ഭാഗത്തു നിന്നുള്ള ഗാർഹിക പീഡനങ്ങൾ, ക്രൂരമായ പീഡനങ്ങൾക്ക് 70% സ്ത്രീകളും ഇരകളാക്കപ്പെടുന്നു എന്ന കണക്ക്. ഇത് വിവാഹം പരാജയപ്പെട്ടു പോയതിൻ്റെ കാര്യമാണ്. അത് കണക്കിന് ഇന്ത്യയിൽ നടക്കുന്ന ഈ പീഡനങ്ങളെല്ലാം മുറ്റിയിട്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇന്നലെയും ഒരു വനിതാ പോലീസുകാരി കണ്ണൂര്, അതിപ്പോൾ ലൈവ് വാർത്ത നടക്കുന്നേ ഉള്ളൂ, വാർത്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ണൂരിൽ വനിതാ പോലീസുകാരിയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ഇന്നലത്തെ സംഭവമാണ്. ഇന്ന് ഈ സമയത്ത് എത്രയോ സംഭവങ്ങൾ ഈ രാജ്യത്ത് 8,000-നും 10,000-നും ഇടയിൽ സ്ത്രീകളാണ് പ്രതിവർഷം ഭർത്താക്കന്മാരാൽ കൊല ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വാർത്ത. അങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതിന്റെ സംഭവങ്ങൾ, അതിനൊക്കെ അപ്പുറത്ത് ആത്മഹത്യാ പ്രവണത ഈ സമൂഹത്തിൽ വ്യാപകമായി. എന്താ പ്രശ്നം? 1,35,000 പേർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. എന്താണ് കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. ദാരിദ്ര്യം ഒരു കാരണമാണ്, പരീക്ഷാ പരാജയം ഒരു കാരണമാണ്, പ്രേമ നൈരാശ്യം ഒരു കാരണമാണ്, തൊഴിലില്ലായ്മ ഒരു കാരണമാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ ഒന്നാം നമ്പറിൽ നിൽക്കുന്ന പ്രശ്നം എന്നുള്ളത് കുടുംബ പ്രശ്നമാണ്. ഇവിടെ രണ്ട് കൂട്ടരും ഇക്വലാണ്. ആണും പെണ്ണും ആത്മഹത്യ ചെയ്യുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭർത്താക്കന്മാർ ആത്മഹത്യ ചെയ്യുന്നു, ഭാര്യയും ആത്മഹത്യ ചെയ്യുന്നു, മക്കളെയും കൊണ്ട് കൂട്ടാത്മഹത്യകൾ നടക്കുന്നു. ദാമ്പത്യ പ്രശ്നങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങളാണ്. ഈ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഈ രാജ്യത്ത് ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉത്സാഹത്തോടെ ആഘോഷത്തോടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പിന്നെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോകുന്നവർ, മാനസിക രോഗികളായി പോകുന്ന ആൾക്കാർ, അതുവരെ ഉണ്ടായിരുന്ന ഉത്സാഹം കാണാനില്ല, ഉന്മേഷം കാണാനില്ല, ആവേശം തണുത്ത് മരവിച്ച മാനസികാവസ്ഥയോടുകൂടി ചത്ത ജഡങ്ങളെ പോലെ ജീവിക്കുന്ന ആണിനെയും പെണ്ണിനെയും കാണാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ. അതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വിവാഹമോചനങ്ങൾക്ക് ഒരു കുറവുമില്ല. വലിയ ആർഭാട കല്യാണങ്ങൾ നാടൊട്ടുക്ക് കൊട്ടിഘോഷിച്ചിട്ട് ആയിരക്കണക്കിന് മനുഷ്യരെ വിളിച്ചുകൂട്ടി കോടിക്കണക്കിന് രൂപ പൊടിപടിച്ച് നടക്കുന്ന വിവാഹ മാമാങ്കങ്ങൾ അവസാനിക്കുമ്പോൾ അടുത്ത ആഴ്ച ഒരൊറ്റ ആഴ്ചത്തെ പോലും ആയുസില്ലാതെ കുടുംബ കോടതിയുടെ തിണ്ണനിറങ്ങുന്നു വിവാഹമോചനത്തിനു വേണ്ടി. ഈ ലോകത്ത് ഇന്നും കുടുംബ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന, അത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന രാജ്യങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യ രാജ്യത്താണ് ഏറ്റവും കുറവ് ഡിവോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യം. വിവാഹമോചനങ്ങൾ ഏറ്റവും കുറവ് കണക്ക് ഇന്ത്യയിലാണ്.
ഇന്ത്യ ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലും വിവാഹം എന്നുള്ളത് തന്നെ നാമമാത്രമാണ്. വിവാഹം കഴിഞ്ഞവരൊക്കെ വളരെ എളുപ്പം തന്നെ ഡിവോഴ്സ് ആകാറുണ്ട്. ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിലാണ്. പക്ഷെ ഇവിടെ വിവാഹമോചനങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് വിവാഹമോചനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. ഈ കേരളത്തിൽ തന്നെ ഓരോ വർഷവും 28 കുടുംബ കോടതികളിലായിട്ട് 40,000-നും 45,000-നും ഇടയിലുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേരളമാണ് ഏറ്റവും കുറവ് എന്ന് പറയുന്നു. ആ കേരളത്തിൽ തന്നെ ഒരു വർഷം എന്നുള്ളത് ഇവിടുത്തെ 28 കുടുംബ കോടതികളിലായിട്ട് കെട്ടിക്കിടക്കുന്ന കേസുകൾ പെർ ഇയർ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിവാഹമോചന പെറ്റീഷനുകൾ എത്രയാണ്? 40,000-നും 45,000-നും ഇടയിലാണ്. അത്രയും തീവ്രമായ ഒരു കണക്കുകളാണ് കുടുംബജീവിതത്തിന് പിറകിൽ പറയാനുള്ളത്. ആശാവഹമായ പ്രത്യാശ നൽകുന്ന ഒരു അവസ്ഥയല്ല കുടുംബജീവിതത്തിലൂടെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ മുസ്ലിങ്ങളെയും ബാധിച്ചിരിക്കുകയാണിത്. ഈ വിവാഹമോചനങ്ങളാകട്ടെ, അത് കണക്കിന് ഗാർഹിക പീഡനങ്ങൾ, അത് തുടങ്ങിയിട്ടുള്ള സംഘർഷങ്ങൾ, മാനസികമായ വിഭ്രാന്തികൾ, ഇതൊക്കെ മുസ്ലിം സമുദായത്തെയും ബാധിച്ചിരിക്കുന്നു. വളരെ വ്യക്തമായ ഒരു ജീവിത വ്യവസ്ഥ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ നമ്മൾ കയ്യിലിരിക്കുമ്പോഴും നല്ലൊരു മനോഹരമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വഴികാട്ടിയായ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും മുസ്ലിമുകൾക്കിടയിൽ പോലും ഇത്രയും വലിയ പരാജയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇത് ഒന്നാമത് പറഞ്ഞ് എന്തിന് കുടുംബം, എന്തിന് വിവാഹം കഴിക്കണം എന്ന് പറയുന്നവർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയുന്ന വിധമാണ് ഈ കണക്കുകൾ. ഇതിനല്ലേ എന്തിന് ആത്മഹത്യ ചെയ്യാനോ, അത് ഞാൻ കൊലയാളിയാവാനോ, അത് ദാരിദ്ര്യം വലിച്ചു വെക്കാനോ, അത് മാനസിക രോഗിയാകാനോ, അല്ലെങ്കിൽ ഒരു ദിവസം വിവാഹം കഴിച്ച് അടുത്ത ദിവസം ഡിവോഴ്സ് ആവാനോ, എന്തിന് വിവാഹം കഴിക്കണം? ഇതാണല്ലോ ദാമ്പത്യ ജീവിതത്തിൻ്റെയൊക്കെ അവസാനം എന്ന് ഇത് വേണ്ട എന്ന് പറയുന്നവർക്ക് പോലും ന്യായീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അപകടകരമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി, ഇവിടെയാണ് ഈ മതത്തിന്റെ പ്രസക്തി, ഇവിടെയാണ് ഖുർആന്റെ പ്രസക്തി എന്നുള്ളത്. ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ ജനിച്ച് മരണപ്പെടുന്നതിനിടയിൽ ഒരു ആണും പെണ്ണും എവിടെയൊക്കെ എങ്ങനെയൊക്കെ സഞ്ചരിക്കണമെന്ന്, എന്ത് പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിക്കരുതെന്ന്, എന്ത് പറയണമെന്ന് പറയരുതെന്ന് വ്യക്തമായ നിയമവും നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിന്റെ പ്രസക്തി, ഈ മതത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. അതൊരു വഴികാട്ടിയാണ്. നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത, സ്വബുദ്ധിയാൽ നമുക്ക് അന്വേഷിച്ചാൽ പോലും മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ കൂടി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദൈവികമായ നിർദ്ദേശമായി നമുക്ക് ലഭിക്കുമ്പോൾ, ആ നിർദ്ദേശങ്ങൾക്കൊപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങൾ സന്തുഷ്ടപൂർണ്ണമായി തീരും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാ പറയാറ്. പക്ഷെ ഇമ്പവും തുമ്പവും ഇല്ല, ഇവിടെ മൊത്തത്തിൽ അപകടം മാത്രമാണുള്ളത്. ആ ഒരു അവസ്ഥയിലെത്തിയിട്ട് അത് മാറണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായ വൈവാഹിക ജീവിതത്തിൽ നമ്മൾ കടന്നു വരണം. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒന്നാമത് നന്നാകേണ്ടത് ദമ്പതികളാണ്. നല്ല ദാമ്പത്യമാണ്. ഒരാണും പെണ്ണും ഒരുമിക്കുക എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരുടെയും ലൈംഗികമായ താല്പര്യങ്ങൾക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം, ഒരു വേദി എന്നല്ലല്ലോ, ഒരു തലമുറയുടെ അസ്ഥിവാരമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ ഇണകളെ സംവിധാനിച്ചു. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് ഇണകളെ സംവിധാനിച്ചു. ആ ഇണകളിലൂടെ നിങ്ങൾക്ക് ബനീന വ ഹഫദതൻ, മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും നിങ്ങൾക്ക് സംവിധാനിച്ചു എന്ന്. നിങ്ങൾക്ക് മക്കൾ, ചെറുമക്കൾ തുടങ്ങിയിട്ടുള്ള കുടുംബം എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ അടിത്തറ വിവാഹമാണ്. അത് ദാമ്പത്യത്തിലൂടെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കണം. മക്കൾ, ചെറുമക്കൾ തുടങ്ങിയിട്ട് വലിയൊരു തലമുറയുടെ അസ്ഥിവാരമാണ് നമ്മുടെ ദാമ്പത്യം എന്നുള്ളത്. അപ്പൊ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് എന്റെയും അവളുടെയും മാത്രം കാര്യമല്ലല്ലോ, നമ്മുടെ മക്കളുടെ ജീവിതമാണ്, അവരുടെ ഭാവിയാണ്, അവർക്ക് ശേഷമുള്ള തലമുറയുടെ ഭാവിയാണ്. അപ്പൊ നല്ല രീതിയിലുള്ള ഇണകളെ കണ്ടെത്താൻ കഴിയണം. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായ വിഷയം എന്നുള്ളത് ദാമ്പത്യത്തിന്റെ അടിത്തറ എന്നുള്ളത് ദമ്പതികളുടെ സ്വഭാവശുദ്ധിയാണ്. ഈ റസൂല് പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ആൺകുട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ അവനൊരു ചോയ്സ് ഉണ്ട്, അവന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്താ മാനദണ്ഡമാക്കേണ്ടത്? തുങ്കഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹത്തിന്റെ സ്വഭാവം എന്താണ്? പലപ്പോഴും വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ പണം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും, കുടുംബ മഹിമ നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവരെ കാണാൻ കഴിയും. അത് കണക്ക് തന്നെ അവിടെ സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവരെയും കാണാൻ കഴിയും. എന്നാൽ മതനിഷ്ഠ നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവരെ കാണാൻ കഴിയും. ഫൽഫർ ബിദാത്തിദ്ദീൻ. റസൂല് പറഞ്ഞു, നിങ്ങൾ മതനിഷ്ഠയുള്ളവളെ വിവാഹം കഴിക്കണമെന്ന്. ഇത് 3 മാനദണ്ഡങ്ങൾ നോക്കാം, 3 അല്ല 4 കാര്യങ്ങൾ. ഇതിൽ മതനിഷ്ഠ നോക്കിയപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ അവളെ വേണ്ടെന്നല്ല. പണമുള്ളവളെ വിവാഹം കഴിക്കരുതെന്നോ, കുടുംബ മഹിമ ഉള്ളവളെ വിവാഹം കഴിക്കാൻ പാടില്ലെന്നോ
അങ്ങനെ പറഞ്ഞിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പൊതുവിൽ ജനങ്ങളുടെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന ഒരു ക്വാളിറ്റി എന്നുള്ളത് പലപ്പോഴും ഈ രീതിയിലാണ് പോകുന്നത്. നമ്മൾ നോക്കേണ്ടത് മതനിഷ്ഠയാണ്. ബാക്കി എന്തുണ്ടെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. പൈസ ഉണ്ട്, കുടുംബ മഹിമ ഉണ്ട്, എല്ലാം ഉണ്ട്, കുഴപ്പമില്ല, നല്ലതാണ്. ഇതൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല, കാരണം അവർക്ക് മതമുണ്ട്. മതനിഷ്ഠയുള്ളവളെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. അല്ലാതെ മിക്കവാറുമൊക്കെ ഇപ്പം നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നതിന് പണം മാത്രമേ നോക്കാറുള്ളൂ. പണം ഉണ്ടോ എന്ന് നോക്കും, എങ്കിൽ പിന്നെ ബാക്കി എല്ലാ കുറവുകളും നമ്മളങ്ങ് വേണ്ടാന്ന് പരിഗണിക്കൂല, അത് പോട്ടേന്ന് അതൊന്നും നോക്കൂല. കുടുംബ മഹിമ പ്രശ്നമില്ല, അതൊക്കെ പണ്ട് കാലത്ത് ഈ കുടുംബവും ഗോത്രവും മഹിമയൊക്കെ പറഞ്ഞ കാലഘട്ടമൊക്കെ പണ്ട്, അതൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ ഏതൊരു മനുഷ്യനെയും മഹാനാക്കുന്ന ഒരു സാധനം ഈ കറൻസിയാണ്. ഏറ്റവും കൂടുതൽ നോട്ടാര കയ്യിലുണ്ട്, അധികാരമാരെ കയ്യിലുണ്ട്, അവർക്കൊക്കെ മഹത്വമുണ്ട്. അതേ നോക്കുള്ളൂ നമ്മൾ. അത് നോക്കിയാ വിവാഹം കഴിക്കുന്നത്. പണം ഉണ്ടോ എന്ന് നമ്മുടെ ഇടയിൽ ഒരു പൊതുവിൽ സംസാരമുണ്ട്. ഒരാൾ പൊതുവിൽ ടോക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കച്ചവടമാണ്, ഒരു കരാറാണ് വിവാഹം എന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയൊരു ബിസിനസ് ഡീൽ, ഒരു കച്ചവട കരാറാണ് വിവാഹം എന്നുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയെന്ന് വിവാഹം കഴിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ടേണിംഗ് പോയിന്റ്. പൈസ ഉള്ള പെണ്ണെ നോക്കി കെട്ടിയ ബാബി സുഖമായിട്ട് ജീവിക്കാൻ. ഇത് നമ്മുടെ പദ്ധതി. പണം നോക്കി വിവാഹം കഴിക്കുന്നവർ. സ്ത്രീധനം ഈ രാജ്യത്ത് നിരോധിച്ചിട്ട് ആണ്ടുകളായിട്ടുണ്ട്. 1946 ആദ്യമായി സ്ത്രീധനം നിരോധിക്കുന്നത്. അതുമുതൽ ഇതുവരെ നിരോധനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് സ്ത്രീധനം ആവശ്യപ്പെടുക എന്നുള്ളത്. എന്തുകൊണ്ട് അത് കുറ്റകൃത്യമാക്കുകയും തടവ് ശിക്ഷ വരവെക്കുകയും ചെയ്തു? അത്രയും ക്രൂരമായ പീഡനങ്ങളാണ് അതിന്റെ പുറകിൽ നടക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന ക്രൂരതകൾ, അതിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങൾ എത്രയോ വലുതാണ്. എത്ര കണക്കുകളാണ് പുറത്തുവിടുന്നത്. എല്ലാ ദിവസവും നമുക്ക് വാർത്തകൾ വായിക്കാൻ കഴിയും. പലരും ആ കണക്ക് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. പല ഗാർഹിക പീഡനങ്ങളുടെയും മൂല കാരണം സ്ത്രീധനമാണ്. ഇവിടെ ഒരു MBD ഉദ്യോഗസ്ഥൻ, മോട്ടോർ വെഹിക്കിളിലെ ഒരു ഉദ്യോഗസ്ഥൻ കിരൺ, ആ ഉദ്യോഗസ്ഥന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെൺകുട്ടി, ആവശ്യം പോലെ പണം ഉണ്ടായിരുന്നു, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് എന്തായി? എല്ലാം കൊടുത്തു പറഞ്ഞത്. കാരണം ഗവൺമെന്റ് എംപ്ലോയി, നമ്മളതേ നോക്കാറുള്ളൂ. പെണ്ണിന്റെ വീട്ടുകാർക്കും അതറിഞ്ഞാൽ മതിയല്ലോ. ഗവൺമെന്റ് എംപ്ലോയി ആണോ, മരിച്ചാലും മോള് സേഫാ, അപ്പൊ അതുകൊണ്ട് അവളെ കെട്ടിച്ചു കൊടുക്കാം. അപ്പൊ കയ്യിലുള്ളതെല്ലാം കൊടുത്തു, പറഞ്ഞതിലും കൂടുതൽ സ്വർണം കൊടുത്തു, പണവും കൊടുത്തു. പക്ഷേ ഡിമാൻഡ് വെച്ച കാറ് മാത്രം എല്ലാം കൂടെ കൂട്ടിയാൽ കൂടുതലല്ലോ. അത്രമേൽ കടം വാങ്ങിച്ചിട്ടും പറഞ്ഞ മുഴുവനും കൊടുക്കാൻ കഴിയാതെ മകളുടെ നല്ല ഭാവി കളയേണ്ടെന്ന്, ഒരു നല്ല ഉദ്യോഗസ്ഥനെ മിസ് ചെയ്യേണ്ടെന്ന്, അതുകൊണ്ട് നീ മാന്യമായ എന്നിൽ കൊടുക്കാവുന്ന. പക്ഷെ കൊടുത്ത കാറ് മാത്രം അല്പം വില കുറഞ്ഞുപോയി. പ്രതീക്ഷിച്ച അത്രയും വിലയില്ലാത്തൊരു കാറും കൊണ്ട് ആ വീട് കയറി അന്ന് മുതൽക്ക് ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേണ്ടി ക്രൂരമായ പീഡനങ്ങൾ, ക്രൂരമായ തുടർന്നുള്ള പീഡനങ്ങൾക്കൊടുവിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വാർത്തയും ചർച്ചയായി നമ്മളെല്ലാം കേട്ടുപോയ കഥയാണ്. എന്തിൻ്റെ പേരിലാണ്? വാരിക്കോരി കൊടുത്തിട്ടും കൊടുത്ത കാറ് അവൻ ഉദ്ദേശിച്ച അത്രയും വിലയില്ലാതെ പോയതിൻ്റെ പേരിൽ 4-5 ലക്ഷം രൂപ കൂടി കുറഞ്ഞു പോയൊരു കാറ് കിട്ടിയതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി അത് ക്രൂരമായി നിരന്തരം പീഡിപ്പിച്ച അവസാനം അത് സഹിക്കവയ്യാതെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ലട ഒരുപാട് സംഭവങ്ങൾ. പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ആണിന്റെ കണ്ണിന്റെ ലക്ഷ്യം എന്നുള്ളത് പണമാകാൻ പാടില്ല. അത് വലിയ അപകടമാണ്. എവിടെ ഒരുത്തും ഭാര്യയെ കൊന്നുളഞ്ഞു. ബെഡ്റൂമിനകത്ത് പാമ്പിനെ കയറ്റിക്കിട്ടിട്ട് പാമ്പിനെ വിലക്കെടുത്ത് വാടകയ്ക്കെടുത്ത് പാമ്പിനെ ബെഡ്റൂമിനകത്ത് കടത്തി വിട്ടിട്ട് ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊന്നു. എന്തിനാ? അവള് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ത്രീധനം വാങ്ങിച്ചിട്ട് വിവാഹം കഴിക്കാന്ന്. അതാ പദ്ധതി. അവസാനം കുറ്റം പിടിക്കപ്പെട്ടപ്പോ സാമ്പത്തികമായ ഞെരുക്കം മറികടക്കാൻ വേണ്ടിയിട്ടും അല്പം ലാഭമുള്ള ഒരു കച്ചവടം നടക്കട്ടെ എന്ന് തന്റെ ഭാര്യയെ പാമ്പ് കൊത്തി സ്വാഭാവിക മരണം, അതുകൊണ്ട് സഹതാപവുമായി അവൻ പിന്നെ വിവാഹം കഴിക്കുന്നു. നല്ല സ്ത്രീധനം വാങ്ങി മറ്റൊരു വിവാഹം, അതിലൂടെ സാമ്പത്തികമായി അല്പം ബേക്കപ്പ് ഉണ്ടാക്കാന്ന്. ഇവിടെ എന്ത് ദാമ്പത്യമാണ്? ഒന്നാമത്തെ ഭാര്യയും ആവശ്യം പോലെ സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. എത്രയോ വർഷം നീണ്ട ദാമ്പത്യ ബന്ധം. അവർക്കിടയിൽ എന്ത് ഇടപെടലുണ്ടായി? കൊടുക്കൽ വാങ്ങലുകൾ, അവർ പരസ്പരം കൊടുത്ത ചുംബനങ്ങൾക്ക് എന്ത് അർത്ഥമാണുള്ളത്? പണമല്ലാതെ മറ്റെന്താണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്? പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ദാമ്പത്യത്തിന്റെ പ്രസക്തിയാണുള്ളത്. സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊല്ലിച്ചിട്ട് അടുത്തൊരു ഭാര്യയെ സ്ത്രീധനം വാങ്ങിച്ച് കെട്ടാൻ വേണ്ടി മാത്രം ചിന്തിക്കുന്ന അത്രയും മൃഗങ്ങളായി മനുഷ്യൻ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തടിസ്ഥാനത്തിലാണ് മനുഷ്യർ നമ്മളിതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത്? എന്താ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട്? എനിക്കൊരു കുടുംബം ഉണ്ടാവാൻ, എനിക്ക് എൻ്റെ സന്തോഷത്തിനും എനിക്കൊരു എൻ്റെ ജീവിതത്തിനൊരു പങ്കാളിയും ഉണ്ടാകാൻ ഞാനൊരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു. എൻ്റെ മക്കളെ പ്രസവിക്കാൻ ഞാനൊരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു. എനിക്ക് അപകടമുണ്ടായാലും എനിക്ക് സന്തോഷമുണ്ടായാലും എൻ്റെ വിജയങ്ങളിലും പരാജയങ്ങളും എൻ്റെ കൂടെ നിൽക്കാൻ, മരണം വരെയും എൻ്റെ ചാരത്തിരിക്കാൻ ഞാൻ പെൺകുട്ടിയെ എന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് പൈസയും കൊണ്ട് വരാൻ പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? എങ്ങനെ ഉള്ളിപ്പുള്ള മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നു? അല്പമൊക്കെ അഭിമാനബോധം, അഭിമാനത്തെക്കുറിച്ചാണ് വലിയ വാചാലമായി നമ്മൾ സംസാരിക്കുന്നത്.
വലിയ അഭിമാനികളാണ്. പക്ഷേ ഈ വിഷയത്തിൽ നാടോടുമ്പോൾ നടുവ് എന്ന പോലെ നാട്ടിൽ നിന്ന് ശീലാക്കി വെച്ചിരിക്കുകയാണ്. എനിക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വല്ലവൻ്റെ അധ്വാനത്തിൽ നിന്ന് വലിയ ഭീമമായൊരു തുക കൈപ്പറ്റിയിട്ട് അവർക്ക് ജീവിതം കൊടുക്കുക, എന്തോ വലിയ ത്യാഗം പോലെ. നമുക്കാണല്ലോ കുടുംബം വേണ്ടത്, നമുക്കാണല്ലോ മക്കൾ വേണ്ടത്. നമ്മളെ വീടിൻ്റെ സ്വഭാവം നോക്കും. നമ്മളെ വീട്ടിൽ ഒരു കാരണവശാലും വീട്ടിൻ്റെ നമ്മുടെ വസ്ത്രം കഴുകലും നമ്മുടെ പാത്രം കഴുകലും അവരുടെ ചുമതലയും ബാധ്യതയുമല്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ അവർ ഒരു ദമ്പതികൾ എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പരസ്പരം, നമ്മൾ പോലും ഒരു പ്രായോഗിക ജീവിതത്തിൽ പരസ്പരം പങ്കിട്ടെടുക്കുന്ന ചില മേഖലയുണ്ട്. ഈ ഭാഗം ഞാൻ നോക്കിക്കോളാം അങ്ങനെ പറഞ്ഞിട്ടല്ല, മറ്റൊരു ഭാഗം അവളും നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ കഴുകുന്നു, നമുക്ക് വേണ്ടി പാചകം ചെയ്യുന്നു, നമുക്ക് വേണ്ടി ഭക്ഷണം വിളമ്പുന്നു, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവൾ ജീവിക്കുന്നു, അവളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളും ജീവിക്കുന്നു. അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ജീവിതം, ഒരു പങ്കാളിത്ത ജീവിതം, ഇണക്കവും പിണക്കവുമുള്ള ജീവിതം, ആ ജീവിതം കെട്ടിപ്പടുക്കാൻ പണവും പണ്ടവും കൊണ്ടേ അവൾ വരാവൂ എന്ന് വ്യവസ്ഥ വയ്ക്കാൻ എങ്ങനെയാണല്ലോ ആണൊഴുത്തിന് കഴിഞ്ഞത്? അങ്ങനെയാണോ ഒരു ജീവിതം എന്നുള്ളത്? അങ്ങനെയല്ലല്ലോ വിവാഹം കഴിക്കേണ്ടത്. അത് ഇസ്ലാം അനുവദിക്കുന്നുമില്ല, ഈ രാജ്യത്തും നിയമപരമായി അനുവദിക്കുന്നില്ല. കുറ്റകൃത്യമാണ്, ക്രൈം. അതൊരു കുറ്റകൃത്യമാണ് വിവാഹം, പണത്തിന് വേണ്ടി വിവാഹം കഴിക്കുക എന്നുള്ളത്. അത് സമൂഹത്തിൽ വലിയ അപകടവും സൃഷ്ടിക്കുന്നുണ്ട്. അത് പാടില്ല. മതനിഷ്ഠയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുക, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മതബോധമല്ല, മതനിഷ്ഠമാണ്. മതനിഷ്ഠയാണ് ആവശ്യം. ഈ ചില ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വലിയ അറിവുള്ള ആൾക്കാരുണ്ടാകും, വലിയ ഹദീസറിയാം, ആയത്തറിയാം, ഹാഫിളത്താണ്, ആലിമത്താണെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ചില ആൾക്കാരെ കുറിച്ച്. പക്ഷെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ജീവിതത്തിൽ അത് കാണില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ അത് പാലിക്കുന്നുണ്ടോന്നാണ് നോക്കാനുള്ളത്. പഠിച്ചിട്ടുണ്ടോന്നല്ല, എത്ര പുസ്തകം വായിച്ചിട്ടുണ്ട്, എത്ര വർഷം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, എത്ര ഹിഫ്ള് പൂർണ്ണമാക്കിയിട്ടുണ്ട്, ഇതെങ്ങും അല്ല. അറിവല്ല, അറിവനുസരിച്ചുള്ള ജീവിതമാണ് നോക്കേണ്ടത്. ദയ്യിനത്തെന്ന മതനിഷ്ഠയുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുക്കണം. അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വത്താ. അങ്ങനെ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കിട്ടിയാൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനോടുള്ള തഖ്വ ചെയ്യുന്ന ഒരു ഹൃദയം കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഈ ഭൂമിയിലുള്ള ഏറ്റവും മികച്ച സമ്പാദ്യം എന്നുള്ളത് അത് ഒരു സ്വാലിഹത്തായ വധുവാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വാലിഹത്തായ ഒരു പെണ്ണിന് പങ്കാളിയായി കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. മിൻ ശആദത്തി റജുൽ, ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് അൽ മർഅത്തു സ്വാലിഹ വൽ മർകബു സ്വാലിഹു വൽ മസ്കനുൽ വാസിഉ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടാവുക, നമുക്ക് അനുയോജ്യമായ ഒരു വാഹനം ഉണ്ടാവുക, നമുക്ക് ജീവിക്കാൻ പാർക്കാൻ ആവശ്യമായ വിധത്തിൽ വിശാലതയുള്ള ഒരു വീടുണ്ടാവുക എന്നുള്ളത് ഭൗതികമായ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി, വല്ലദീന യക്നുസൂന ദഹബ വൽ ഫില്ല എന്ന്. സ്വർണവും വെള്ളിയും പൂഴ്ത്തിവെക്കുന്നവർക്ക് നാശമെന്ന് ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വർണത്തിനും വെള്ളിക്കും നാശമെന്ന് റസൂലിന്റെ പ്രയോഗം. സഹാബത്ത് പറഞ്ഞു, നബി ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ പിന്നെ എന്താണ് നിക്ഷേപിക്കേണ്ടത്? നമുക്കൊരു ഭാവിയുണ്ടല്ലോ, നാളെയും ജീവിക്കേണ്ടവരാണല്ലോ, നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് കരുതി വെക്കണം? സ്വർണവും വെള്ളിയും ശപിക്കുന്ന പക്ഷം പിന്നെ എന്താ നമ്മൾ ശേഖരിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ പറഞ്ഞു. ലിസാനുൻ ദാക്കിർ വ ഖൽബുൻ ഷാക്കിർ, അതോടൊപ്പം സൗജത്തുൻ തുഅയ്നുനു ഫീ ദീനിക്. 3 കാര്യങ്ങൾ. 1, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്, അള്ളാഹുവിനോട് നന്ദിയുള്ളൊരു ഹൃദയവും, പിന്നെ ദീനിന്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു ഭാര്യയും ഉണ്ടെങ്കിൽ നീ ഏറ്റവും വലിയ നിക്ഷേപത്തിന്റെ ഉടമയായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും ഒരു മനുഷ്യന്റെ വിജയത്തിന്, ഒരു പുരുഷന്റെ വിജയത്തിന് ബാക്ക് ബോൺ ആകാൻ കഴിയുന്നവൾ അതാ ഭാര്യ എന്നുള്ളത്. എല്ലാ പുരുഷന്റെ വിജയത്തിന്റെ പിറകിലും ഒരു പെണ്ണുണ്ട് എന്ന് പൊതുവിൽ പറയാറുണ്ടല്ലോ, അതങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. നമ്മൾ ദീനിപരമായ നമ്മുടെ മുന്നേറ്റത്തിന്, മതപരമായ മുന്നേറ്റത്തിന്, ആത്മീയമായ പാരത്രികമായ വിജയത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് സഹായിയാകാൻ കഴിയുന്നവൾ, അവളാണ് നമ്മുടെ ഭാര്യയാകേണ്ടത്. അത് അവളെ ക്വാളിറ്റി എന്നുള്ളത്. അത്രയും ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്ന അങ്ങനെയുള്ളൊരു ദീനത്തായ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൻ്റെ ഒപ്പം ചേർക്കാൻ കഴിയണം. അത്രയും മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന് നമ്മൾ എവിടെയാണ് പണത്തൂക്കം നോക്കുന്നത്? അത് പാടില്ല. കുടുംബ മഹിമയും പണത്തൂക്കമല്ല നോക്കേണ്ടത്, മറിച്ച് നമ്മൾ നോക്കേണ്ടത് പെൺകുട്ടിയുടെ ദീനീപരമായ നിഷ്ഠയാണ്, ക്വാളിറ്റിയാണ്. ഇനി ആൺകുട്ടിയുടെ വിഷയത്തിലും ഇത് തന്നെയാണ്. തൻ്റെ മകൾക്ക് ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു രക്ഷകർത്താവ് എന്ന് ശ്രദ്ധിക്കാനുള്ളത് മതപരമായ അവൻ്റെ നിഷ്ഠകളുണ്ടോ എന്നാണ്. ഇതാ ഖതബക്കും, നിങ്ങൾക്ക് മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസബ്ബിജുഹു എന്ന റസൂൽ പറഞ്ഞത്. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു, അയാൾ പ്രപ്പോസൽ വെക്കാണ്, നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു പുരുഷന് ധൈര്യമായി പറയാം. അതൊരു പാവമുള്ള കാര്യവുമല്ല. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഇഷ്ടപ്പെടുക, ആ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ജീവിതത്തിൽ ഒപ്പം ചേർക്കുക എന്നൊരു പുരുഷൻ ആഗ്രഹിക്കുന്നത് അത് കുറ്റമേ അല്ല.
അതേത് പ്രമാണിയുടെ വീട്ടിലാണെങ്കിലും അയാളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മാന്യമായ രക്ഷകർത്താവുമായി സംസാരിക്കാൻ ഏതൊരു പുരുഷനും അവകാശമുണ്ട്. കടന്നു ചെന്നിട്ട് നിങ്ങളുടെ മകളെ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പ്രപ്പോസ് ചെയ്യാൻ ധൈര്യമായിട്ട് ചെയ്യാം. അങ്ങനെ ഒരു പുരുഷൻ കടന്നു വന്നു, നിങ്ങൾ പരിശോധിക്കുമ്പോൾ യോഗ്യനാണ് അയാൾ. മതപരമായ നിഷ്ഠകളുണ്ട്, അവൻ്റെ സ്വഭാവം കൊള്ളാം, മതനിഷ്ഠയുണ്ട്, എന്തുകൊണ്ടും യോഗ്യനാണ്, എൻ്റെ മകൾക്ക് ചേരുമെന്ന് തോന്നിയിട്ട് നിങ്ങൾ വിസമ്മതിച്ചാൽ അത് മോശമാണ് എന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. അവർക്ക് യോജിച്ചൊരു ആലോചനയാണ് വന്നതെങ്കിൽ, ആ ദീൻ ഉണ്ട് എങ്കിൽ, സ്വഭാവശുദ്ധി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് രക്ഷകർത്താവിനോട് റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദീനത്താണ് എങ്കിൽ കൊടുക്കുക. ഇത് രണ്ട് കാര്യങ്ങളോടെ ഉണ്ട്, ശ്രദ്ധിക്കാം. നമുക്ക് ധൈര്യമായി പ്രപ്പോസ് ചെയ്യാം. അത് പ്രപ്പോസ് ചെയ്യുന്നത് ആരോടാണ്? രക്ഷകർത്താവിനോടാണ്. അതാണ് മാന്യത. അല്ലാതെ എന്ത് ചെയ്യുക, കണ്ണും ചെറിയും കാണിച്ച് ഗോഷ്ഠികൾ കാണിച്ച് വളച്ചെടുത്ത് ഇങ്ങനെ പെൺകുട്ടികളുമായി പ്രണയം എന്ന പേരിൽ കറങ്ങി നടക്കാൻ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഗഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചോദിക്കണം. അല്ലാതെ എന്ത് ചെയ്യും, ആരും കാണാതെ പിന്നാമ്പുറത്തൂടെ കൊച്ചിനെ നീ പക്വതയില്ലാത്ത പെൺകുച്ചുങ്ങളെ വലവീശി പിടിച്ചിട്ട് ഈ ഊരു ചുറ്റലും കറങ്ങി നടക്കലുമല്ല പ്രണയം. അതല്ല, പ്രണയിക്കാനുള്ള ലൈസൻസ് വേണം, അത് വിവാഹമാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗഡ്സ് ഉണ്ടെങ്കിൽ നേരത്തെ ചോദിക്കാൻ കഴിയണം. അങ്ങനെ ചോദിച്ച് മാന്യമായി പ്രപ്പോസ് ചെയ്ത് അനുവദിക്കുന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം. അതാ വേണ്ടത്. ഇനി ഇവിടെ രണ്ടുപേര്, ഇപ്പൊ പുരുഷൻ അന്വേഷിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട ദീനത്തിനെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. രക്ഷകർത്താവിനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദീനത്തായ ഒരു ദീനീയ നിഷ്ഠയുള്ള ഒരു പയ്യൻ വന്ന് ആലോചിച്ചാൽ പ്രപ്പോസുമായി വന്നാൽ അവന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്നും പറയുമ്പോൾ ഇവിടെ ഇനി മൂന്നാമതൊരു പാർട്ടുണ്ടല്ലോ, ഈ പെൺകുട്ടികൾക്ക് എന്താ ഇവിടെ അവകാശമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തനിക്കിഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഈ ഇസ്ലാമിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും അവകാശമോ സ്വാതന്ത്ര്യമോ ഉണ്ടോ എന്നൊരു ആശയക്കുഴപ്പം നമുക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പെൺകുട്ടികൾക്ക് എന്താ അഭിപ്രായം? നമ്മൾ പറയും, നമ്മൾ കണ്ടെത്തും, നമ്മൾ പറയുന്ന തീരുമാനത്തിനനുസരിച്ച് നിൽക്കും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് ചോയ്സ് ഇല്ല, സ്വാതന്ത്ര്യമില്ല, അവകാശങ്ങളുമില്ല. ഇത്തരം നിർണായകമായ വിഷയങ്ങളിൽ നമ്മൾ കാരണവന്മാർ തീരുമാനിക്കും, നിങ്ങൾ അനുസരിക്കും. ഇതാണ് ഈ ഒരു രീതിയെ നമുക്കുള്ളത്. അതുകൊണ്ട് ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് വരിക, നമ്മൾ പറയാം ഇന്ന ഈ പയ്യനുമായിട്ട് വിവാഹം, അതുകൊണ്ട് വിവാഹം കഴിക്കണം. ഇഷ്ടമാണോ അല്ല എന്ന് പോലും അന്വേഷിക്കാൻ പോലും നിൽക്കാതെ അതങ്ങ് നടത്തുന്ന രീതി നമുക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് ഒരു യുവതി കടന്നു വന്നു. ആയിഷ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പുത്രനുമായിട്ട് എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ താല്പര്യം നോക്കാതെ കുടുംബത്തിൻ്റെ മഹാത്മ്യം ഉയർത്താൻ വേണ്ടിയിട്ടും കുടുംബ മഹിമകൾ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഈ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതിന് ഒരാളുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന് പറയാനുള്ളതെന്ന്? അത്രയും വലിയ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആളായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങളുടെ കാത്തിരിക്കാൻ പറഞ്ഞു. റസൂൽ വരട്ടെ എന്ന് ആയിഷ ബീവി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഇതേ പ്രശ്നം നബിയുടെ മുമ്പിലേക്ക് വന്ന് റസൂലുള്ളാഹി ആ പിതാവിനെ കൂടി വിളിപ്പിച്ചു. ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്താ കാര്യമൊന്നും. അവളുടെ ഭാവി കണക്കിലെടുത്തിട്ടാണ്, കുടുംബപരമായി നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, നല്ല മനുഷ്യനാണ്, അതൊക്കെ നോക്കിയിട്ടാണ്. എന്നാലും അവളുടെ ഇഷ്ടം കൂടി പരിഗണിക്കേണ്ടതില്ലേ? കല്യാണ വിഷയങ്ങളിൽ അവസാന വാക്ക് പറയേണ്ടവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവളുടെ ഇഷ്ടം പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞാൻ ആ വിവാഹത്തിന് സന്നദ്ധയാണ്, എൻ്റെ പിതാവ് ഒന്നും കാണാതെ ഇങ്ങനെ ആലോചന കൊണ്ടുവരില്ല, എൻ്റെ ഭാവി കണക്കിലെടുത്തിട്ടാണ് ഈ വിവാഹം അദ്ദേഹം ആലോചിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ വിവാഹത്തിന് തയ്യാറാണ്. പക്ഷെ എനിക്ക് അറിയണമായിരുന്നു ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ടോ ഇല്ലേ എന്ന്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയേണ്ടതുണ്ടായിരുന്നു എന്ന്. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത് എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഇസ്സാമുറു നിസാ ഫി അബ്ലാഇഹിന്ന, വിവാഹത്തിന്റെ വിഷയത്തിൽ, അവരുടെ ജീവിത പങ്കാളികളുടെ വിഷയത്തിൽ സ്ത്രീകളോട് നിങ്ങൾ ആലോചിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരോട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാവൂ. അവർക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് നടത്താൻ പാടില്ല. ഇനി ഇവിടെ പെൺകുട്ടികൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നമുക്കിടയിൽ മിക്കവാറും കാണില്ല. നോ പറയാം, എനിക്കിഷ്ടപ്പെടില്ല, എനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്നൊരു പെൺകുട്ടി പറയണമെങ്കിൽ, ഒരു പയ്യനുമായി പ്രപ്പോസലുമായി വന്നിട്ട് ശേഷം ഈ പയ്യൻ എനിക്ക് വേണ്ട എന്ന് പറയണമെങ്കിൽ വ്യക്തമായ റീസൺ ഉണ്ടാകണം. വെറുതെ ഒരു നോ പറഞ്ഞിട്ട് മാതാപിതാക്കളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വിവാഹം എന്നുള്ള ആ ഒരു ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട്, ദിവസങ്ങളും വർഷങ്ങളും തള്ളി നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. മനുഷ്യൻ ഇന്ന് വിവാഹം കഴിച്ച് കുടുംബത്തോടെ ജീവിക്കേണ്ടവരാണ്. ഈ കാലഘട്ടത്തിൻ്റെ പുരോഗതികൾ, നമ്മൾ വിദ്യാഭ്യാസപരമായ ഈ പുരോഗതികളും അത്തരം ആലോചനകളും ഈ സോഷ്യൽ സമൂഹത്തിനിടയിൽ കടന്നു വരുന്ന മെസ്സേജുകളും ഒക്കെ നമുക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നൂതനമായൊരു പൊതുബോധമുണ്ട്.
ഒരു പുതു ചിന്താഗതികളുണ്ട്. അതങ്ങ് മനുഷ്യത്തിന് പോലും മനുഷ്യ പ്രകൃതിക്ക് പോലും ചേരാത്ത വിധത്തിലുള്ള പ്രാകൃതമായ പ്രകൃതി വിരുദ്ധമായ ഒരു നിലപാടാണ് വിവാഹം കഴിക്കാത്തുള്ള ജീവിതമൊക്കെ. അപ്പം അങ്ങനെയുള്ള ജീവിതങ്ങളെ ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് മാതാപിതാക്കളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കബളിപ്പ് ഈ പയ്യനെ വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം വേണ്ട, തുറന്ന് പഠിക്കട്ടെ എന്ന്, പഠിച്ചുകൊണ്ടേ ഇരിക്കാം, ഉദ്യോഗമായി ഇനി കുറേ കൂടെ ജോലി ആവട്ടെ, കുറേ സെറ്റിൽ ആവട്ടെ എന്ന് പറഞ്ഞാൽ 10-30 വയസ്സ് കഴിഞ്ഞാലും പെൺകുട്ടികൾ വിവാഹത്തിന് പോലും തയ്യാറാകാതെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ പിറകിലെ താല്പര്യം അത് വ്യക്തമാകേണ്ടതുണ്ട്. ഒരു വിവാഹം നിഷേധിക്കുന്നതിൽ ന്യായമായ റീസൺ ഉണ്ടാകണം. ഈ റീസൺ ഒന്നുമില്ല, വെറുതെ ഇവൾ തള്ളി വെക്കുകയാണെങ്കിൽ അത് എന്തൊക്കെയോ കുറവുകളുണ്ട്. വ്യക്തമായ എന്ത് ചെയ്യുക, ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കൗൺസിലിങ്ങിനോ ഉപദേശത്തിനോ അവൾ എന്ത് ചെയ്യണം നിർദ്ദേശിക്കുകയും അത്തരം കൗൺസിലിങ്ങൾ കൊടുത്തുകൊണ്ട് കുടുംബ ജീവിതത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി മാനസികമായ പെൺകുട്ടിയെ തയ്യാറെടുപ്പിക്കേണ്ടത് കൂടി രക്ഷകർത്താവിൻ്റെ ബാധ്യതയാണ്. അല്ലാതെ പാടില്ലേ. ഇപ്പോൾ ഈ വിധത്തിൽ അവരും ആലോചിക്കണം, അവർ അനുവാദം വേണം, അവർക്ക് കൂടി ഇഷ്ടപ്പെടണം അവിടെ വിവാഹം നടക്കാനുള്ളത്. അവരെ ഇഷ്ടം പരിഗണിക്കപ്പെടണമെന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുക, ഈ വിഷയങ്ങൾ കാണുക. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ. രണ്ടുപേർ ഒന്നായിട്ട് ജീവിതത്തിൻ്റെ അവസാനം വരെയും ഒരുമിച്ച് സഞ്ചരിക്കേണ്ട ആൾക്കാരാണ്. പരലോകത്ത് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ബന്ധമാണ് വിവാഹം എന്നുള്ളത്. അതൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം മാത്രമല്ല, അറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യത്തിലേക്കുള്ള വാതിൽ കൂടിയാണ്. പരലോകത്ത് വരെ നമുക്ക് ഈ ബന്ധങ്ങളാണ് ഉണ്ടാവുക, ഈ മക്കളാ ഉണ്ടാവുക, ഈ ചെറുമക്കളാ ഉണ്ടാവുക, ഈ ഭാര്യ നമുക്കുണ്ടാവുക. ഈ ബന്ധങ്ങൾ അല്ലാഹുവിൻ്റെ കോടതിയിൽ വരും നിൽക്കേണ്ട ബന്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ പക്വമായ തീരുമാനങ്ങളായിരിക്കണം വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു തആല അൻഹു, അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ഇദ്ദയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി ഒരാളെ അയച്ചിട്ട് പറയുന്നുണ്ട്, ഇദ്ദ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വന്ന് കാണണം. ഇദ്ദയുടെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഒരു നബിയെ കാണാൻ വേണ്ടി വന്നു. അവർക്ക് മറ്റൊരു വിവാഹം നടത്തി കൊടുക്കണം. കാരണം അവരുടെ പ്രായം അത്രയും പ്രായമില്ല, യുവതിയാണ്. അതാണ് പ്രവാചകൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമം എന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇവർ കടന്നു വരുമ്പോൾ റസൂൽ പറഞ്ഞു, മറ്റൊരു വിവാഹത്തിന് നിങ്ങൾ തയ്യാറല്ല ഇപ്പോൾ? അവർ പറഞ്ഞ് തയ്യാറാണ്. പ്രത്യേകിച്ച് വിധവകളുടെ വിഷയത്തിൽ നമ്മൾ കന്യകയായ പെൺകുട്ടികളുടെ അനുവാദം വിവാഹവുമായി ബന്ധപ്പെട്ട് ഇഷ്ടവും അനിഷ്ടവും ചോദിക്കുമ്പോഴും അനുവാദം ചോദിക്കുമ്പോഴും അവരുടെ മൗന അനുവാദം തന്നെ ധാരാളമാണ്. റസൂലിനോട് ഒരു സഹാബി വനിത പറഞ്ഞില്ല, നബി അവർ ബിക്റുകളാണ്, എന്നാൽ ബിക്ര തൊഷ്ടഹി, അവർ ലജ്ജിക്കും, അവർ നാണം കാരണം അവരെന്ത് ചെയ്യില്ല, ഒരു യെസ് പറയാൻ നിൽക്കില്ല, ചില വാമൊഴിയാൽ പറയില്ല, കുഴപ്പമില്ല, മൗനം അവരുടെ സമ്മതമാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നാൽ ഒരു വിവാഹം കഴിഞ്ഞ ഒരു വിധവയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ വാക്കാൽ പറയാതെ ഒരു വിവാഹം നടത്താൻ പാടില്ല, വാക്കാൽ പറയണം. അപ്പോൾ നബി വിവാഹത്തിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വരുന്ന പോയിന്റിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി, ഒരു വിധവാ വിവാഹം എന്നുള്ളത്, ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ റസൂൽ എടുത്തൊരു ഒരു സ്റ്റെപ്പുണ്ട്, നിങ്ങൾ വിദ്യ കഴിഞ്ഞ് വരണമെന്ന്. ഇതുപോലെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ഒരു രീതിയിൽ നമ്മളിവിടെ നാട്ടിൻ്റെ ജീവിതം പോകുന്നത്. ഈ വലിയ പരിഷ്കാരികളെന്നാണ് പറയുന്നത്, പക്ഷെ പരിഷ്കാരം തൊട്ട് തീണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു. എത്ര പരിഷ്കാരമുള്ളൊരു സമ്പ്രദായമാണ് ഇസ്ലാം വഴി ബഹുഭാരിത്വം, എത്ര വലിയ പുരോഗമന ആശയമാണ്. വിധവാ വിവാഹം എത്ര വലിയ പുരോഗമന ആശയമാണ്. ഈ ആശയത്തെ എങ്ങും വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാത്തൊരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ പിന്നെ അവളോട് വിവാഹം കഴിക്കണ്ടേ, വേണോ വേണ്ടേ എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാനോ അവൾക്കൊരു വിവാഹം നടത്തി കൊടുക്കാനോ പലരും മുന്നോട്ട് വരാറില്ല, സഹോദരങ്ങൾ പോലും. അത് വളരെ മോശം പ്രവണതയാണ്, ഒരു മോശം പ്രവണത. നമ്മുടെ സൊസൈറ്റിയിൽ ഒരാൾ വിവാഹം കഴിച്ച്, നമുക്ക് ഒരുപാട് മോശം ചിന്താഗതികളുണ്ട്. ഒരാൾ വിവാഹം കഴിച്ചു, ആ വിവാഹം കഴിഞ്ഞ് ദമ്പതികളെ ഒരു കാലഘട്ടം ജീവിച്ചവൾ, അവൾ മറ്റൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക, അതിൽ ചില ആക്ഷേപം കാണുന്ന ആൾക്കാരുണ്ട്. അതിൽ ചില ആക്ഷേപങ്ങൾ, വേറൊരാളോട്ട് ജീവിച്ച ആളല്ലെന്ന്. അതിനൊക്കെ ഉപയോഗിക്കുന്ന വാചകങ്ങൾ മോശം, ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. അത്രയും മോശമായിട്ട് കാണുന്നത്. എന്താ അങ്ങനെ കണക്കാക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല മനുഷ്യരെ, അങ്ങനെയൊന്നുമില്ല. നമ്മളൊരാളുമായി പരസ്പരം ദമ്പതികളായി ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കോണിൽ എങ്ങനെ മരണപ്പെട്ടു പോയാലും ഏത് വിധത്തിൽ പിരിഞ്ഞു പോയാലും ഒരു കോണിൽ അവർക്കൊരു ഇടമുണ്ടാകും. സ്നേഹബന്ധങ്ങളുടെ ആണത്. ആ ഇടത്തിനപ്പുറത്ത് പുതിയ ഒരാൾ ഭാര്യയായോ ഭർത്താവായോ കടന്നു വരുന്നത് കൊണ്ട് മറ്റുള്ളവർ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ എവിടെയും ഇടിവ് വരാൻ പോകുന്നില്ല, അതിൽ ചതിവ് വരാൻ പോകുന്നില്ല, അത് വേജവുമാകില്ല. അത് രണ്ടാം കെട്ടാണ്. അപ്പോൾ ആ നിലയിൽ കെട്ടാൻ മടിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും. രണ്ടാമത് കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറല്ല. എന്തായാലും ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അതിനെ നോക്കി ജീവിക്കാൻ. പിന്നെ ചോദിക്കുന്ന രീതിയുണ്ട്. കൂടപ്പറപ്പുകളും വാപ്പായും വലിയ ബാധ്യത നമ്മുടെ നാട്ടിൽ പെണ്ണിന് രണ്ടാമത് കെട്ടിക്കാന്ന് പറഞ്ഞാൽ
സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് വില പറയുന്ന കണക്കാണ് ഈ പ്രയോഗമാണുള്ളത്. രണ്ടാം ഘട്ടല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ വരേണ്ടി വരുന്നു. ഒന്നാമത് കെട്ടിച്ച സ്ത്രീധനത്തിൻ്റെ കടം തീർന്നിട്ടില്ല, അതുകൊണ്ട് രണ്ടാമത് എങ്ങനെ കെട്ടിക്കുമെന്ന് ആലോചിക്കുന്നത് പാവപ്പെട്ട മനുഷ്യന്മാർ. നമ്മളുണ്ടാക്കിയ സമ്പ്രദായത്തിൻ്റെ അപകടങ്ങളാണ്. ചോദിക്കും, വേണോ മക്കളെ നിനക്ക് നോക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളെന്താ പറയുക? അങ്ങനെ എന്ത് ചെയ്യും? എന്തോ അവളെ കുറ്റം പോലെ, എൻ്റെ പാവമല്ലേ, നിങ്ങൾ എന്നെ കെട്ടിച്ച് വിട്ടതല്ലേ, എന്നിട്ട് എൻ്റെ തെറ്റ് കാരണമാണല്ലോ എൻ്റെ ഭർത്താവ് മരിച്ചുപോയത്, അതുകൊണ്ട് ആ പാപത്തിൻ്റെ ഭാരം മൊത്തം സഹിച്ചുകൊണ്ട് ഞാൻ എന്നും കിട്ടാച്ചിലക്കായിട്ട് ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് വീടിനകത്ത് ഒതുങ്ങുന്ന പെൺകുട്ടികളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ മനോനിലകൾ മനസ്സിലാക്കാൻ, അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മനസ്സിലാക്കാൻ പക്വതയുള്ള സമൂഹത്തിനാവണം. എത്ര റസൂൽ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ വിവാഹങ്ങൾ നടത്തി കൊടുക്കാമെന്ന് അവരോട് പറയാണ്. പ്രപ്പോസൽ വല്ല വന്നിട്ടുണ്ടോന്ന് അവർ പറഞ്ഞ് 3 ആലോചന എനിക്ക് വന്നിട്ടുണ്ടെന്ന്. 3 ആലോചന വന്നു. ആരൊക്കെ? മുആവിയ റളിയല്ലാഹു അൻഹു, അബൂ ജഹൽ റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിവാഹം ആലോചന വന്നല്ലോ 3 പേര്. ആ 3 പേരിൽ നബി പറഞ്ഞു, മുആവിയ പരമദരിദ്രനാണ്, ഇപ്പോൾ സാമ്പത്തികമായി നല്ല ഞെരുക്കമുള്ള ആളാവും, ഓൾറെഡി അദ്ദേഹത്തിനുള്ള കുടുംബം തന്നെ കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ആളാണ്. അബൂ ജഹൽ അല്പം പരുക്കനാണ്, ഒരു പരുക്കൻ ശൈലിയാണ്, സ്ത്രീകളോടൊക്കെ പ്രത്യേകിച്ച് ഒരു പരുക്കൻ രീതിയിൽ പെരുമാറുന്ന ആളാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് മതിയെന്ന്. എന്നാൽ ഈ ലിസ്റ്റിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരാൾ ഉസാമത്ത് ബിൻ സയ്യിദ് വരുന്നു. അത്രയും ഇൻട്രസ്റ്റ് അല്ല. കാരണം ഹബഷി അടിമയായ ഉമ്മു ഐമൻ എന്ന് പറയുന്ന പ്രവാചകന്റെ വളർത്ത് ഉമ്മയുടെ മകനായതുകൊണ്ട് തന്നെ ആ സ്വരമേ, ആ താളമേ, ആ രൂപഭംഗിയെ അദ്ദേഹത്തിനുള്ളൂ. ബാഹ്യവശാൽ അദ്ദേഹം വലിയ സൗന്ദര്യമുള്ള ഒരാളങ്ങും അല്ല. അപ്പോൾ അവർ കൈകൊണ്ട് ചോദിക്കണം, നബിയെ ഉസാമത്ത് ബിൻ സയ്യിദ് തന്നെ ആണോ ഇങ്ങനെ? റസൂൽ പറഞ്ഞു, എൻ്റെ അഭിപ്രായം അത് മതിയെന്നാണ്, നിനക്ക് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നിനക്ക് വേണമെങ്കിൽ വേറെ ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല നബി, അങ്ങ് പറഞ്ഞല്ലേ, ഞാൻ അനുസരിക്കുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിട്ട് ഈ സ്ത്രീ പറയുന്നൊരു വാചകമുണ്ട്, റസൂലിൻ്റെ ആ തീരുമാനത്തിനൊപ്പം നിന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രണയാദ്രമായ നാളുകൾ എനിക്ക് സമ്മാനിച്ച് എൻ്റെ പ്രിയപ്പെട്ടവനാണ് ഉസാമത്ത് ബിൻ സയ്യിദ് എന്ന്. അത്ര മനോഹരമായ പരസ്പരം പ്രണയിച്ച് സല്ലപിച്ച് സന്തോഷത്തോടെ കടന്നുപോയൊരു ദാമ്പത്യ ജീവിതത്തിൽ നിന്നുകൊണ്ട്, അതിൽ നിർവൃത്തിയിൽ നിന്നുകൊണ്ട് ഒരു പെണ്ണ് പറഞ്ഞൊരു വാചകമാണ്, ഏറ്റവും മനോഹരമായൊരു ദാമ്പത്യ ജീവിതം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ നബിയാണ് എന്ന്. ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഒരു കല്യാണത്തിന് വേണ്ടി പെൺകുട്ടിയോട് ഒരാളെ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെക്കാൾ നമ്മളെ ഭാവിയെക്കുറിച്ച് 1000 തവണ ആലോചിക്കുന്ന ആൾക്കാരാ നമ്മുടെ രക്ഷകർത്താക്കളാണ്. നമ്മൾ നന്നായിരിക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരൊന്നും നമ്മൾ അപകടത്തിലേക്ക് ബോധപൂർവ്വം തള്ളിയിടാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് എൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തുന്ന വരൻ അവളെ പൊന്നുപോലെ നോക്കുന്നവനായിരിക്കണമെന്ന് 1000 തവണ ആലോചിച്ചിട്ട് ഒരു പിതാവ് ഒരു പ്രപ്പോസലുമായി മുന്നോട്ട് വരിക. ആ പിതാവിനെ അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ അതിനെ നിഷേധിച്ചിട്ട് അവരെ വേദനിപ്പിക്കുന്നതിൽ കാര്യമില്ല. അതല്ല, അവർ അത്ര ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുള്ളൂ. ആ ആലോചനയും തീരുമാനത്തെയും അംഗീകരിച്ചുകൊണ്ട് പിതാവും രക്ഷകർത്താക്കളും ഉമ്മയും ബാപ്പയും ഒക്കെ പറയുന്ന നല്ലൊരു പ്രപ്പോസൽ, നല്ല യോഗ്യനായ ഒരു പയ്യനെ ആലോചിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിന് സമ്മതിച്ച് മുന്നോട്ട് പോയാൽ നഷ്ടവും വരാനൊന്നുമില്ല. മഹാഭൂരിപക്ഷവും അവർ നമ്മുടെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ചെയ്യുള്ളൂ. അബദ്ധത്തിൽ ഏതെങ്കിലുമൊക്കെ തെന്നിയും തെറിച്ചുമൊക്കെ ചിലപ്പോൾ നാശത്തിൽ പോകും. അറേഞ്ച്ഡ് മാരേജുകളൊക്കെ അപകടത്തിലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലതൊക്കെ അങ്ങനെയും സംഭവിക്കുന്നു, ചിലതൊക്കെ ഒറ്റപ്പെട്ടത് പരാജയപ്പെട്ടു പോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മുടെ കൂടി നന്മ ആഗ്രഹിച്ചല്ലാതെ അവരും ഇതിങ്ങനെ വിഷയത്തിൽ സ്റ്റെപ്പ് എടുക്കാറില്ല. അതുകൂടി മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.